Good morning, all. Good morning, ma'am. Good morning, Miss. Good morning, Miss. Good morning. നയൻത്ത് ബാച്ചില് കുട്ടികളില്ലേ ഇതില് സ്റ്റുഡൻസിലെ ഉണ്ട്. കോൺവെക്കേഷന് വന്നില്ലേ? PG കൂടെ ഉള്ളതുകൊണ്ട് അതിന് വരാന്ന്. കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയോ എല്ലാവരും? നമ്മ കമ്പാരിസൺ ആണല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. ഇന്റേണൽ ഓഡിറ്റും എക്സ്റ്റേണൽ ഓഡിറ്റും തമ്മിലുള്ള കമ്പാരിസൺ അല്ലേ? മിസ് എടുത്തത് വരെ ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? മിസ് യൂസേഴ്സ് റിപ്പോർട്ട് വരല്ലേ മിസ് എടുത്തത് അല്ലേ? നെക്സ്റ്റ് ഇനി ഒപ്പീനിയൻ ആണ് അല്ലേ തുടങ്ങേണ്ടത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെക്സ്റ്റ് ഒപ്പീനിയൻ അല്ലെ, അഭിപ്രായം. ഈ ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തിയിട്ട് അവര് എന്തിനെ കുറിച്ചാണ് ഒപ്പീനിയൻ പറയുന്നത് അല്ലെ? അപ്പൊ ഇന്റേണൽ ഓഡിറ്റിൽ എന്തിനെ കുറിച്ചാണ് ആ ഓഡിറ്റേഴ്സ് അഭിപ്രായം പറയുന്നത്, റിവ്യൂ ചെയ്യുന്നത്, അവലോകനം നടത്തുന്നത് എന്തിനെ കുറിച്ചാണ്? ഗ്യാപ്സുകൾ, ഓപ്പറേഷൻസ് അല്ലെ? നെക്സ്റ്റ് എക്സ്റ്റേണൽ ഓഡിറ്റിൽ എന്തിനെ കുറിച്ചാണ് അവര് പറയുന്നത്, ഒപ്പീനിയൻ പറയുന്നത്? ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അവര് റിവ്യൂ നടത്തുന്നത് എന്താണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അല്ലെ? അപ്പൊ നോക്കിയേ, Opinion is internal auditing. Opinion is provided on the effectiveness of the operational activities of the organization. Like ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ്, പ്രവർത്തന കാര്യങ്ങളിലുള്ള ഇഫക്റ്റീവ്നെസ് അല്ലെ, കാര്യക്ഷമതയെ കുറിച്ചാണ് ഒരു ഒപ്പീനിയൻസ് നടത്തുന്നത് അല്ലെ? ഇപ്പൊ എന്താണ് ബിൻഷ പറഞ്ഞ പോലെ ഗ്യാപ്സുകളൊക്കെ അവർ അനലൈസ് ചെയ്ത് അല്ലെ, പോരായ്മകളൊക്കെ മനസ്സിലാക്കി അതിനെ കുറിച്ചല്ലേ അവർ അഭിപ്രായം പറയുന്നത് അല്ലെ? പോരായ്മകളെ കുറിച്ച് അല്ലെ, അത് ഇംപ്രൂവ് ചെയ്യാനുള്ള മാർഗങ്ങളെ കുറിച്ച്. അപ്പൊ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സിൽ എന്താണ് ഓഡിറ്റിംഗില്? ഒപ്പീനിയൻ ഈസ് പ്രൊവൈഡഡ് ഓൺ ദി ട്രൂത്ത്ഫുൾനെസ് ആൻഡ് ഫെയർനെസ് ഓഫ് ദി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കമ്പനി അല്ലെ? എന്താണ് ഒരു കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, സാമ്പത്തിക രേഖകളിലുള്ള ട്രൂത്ത്ഫുൾനെസ് അല്ലെ, എന്താണ് സത്യസന്ധതയ്ക്കും ന്യായത്തിനുമാണ് അല്ലെ അവർ അഭിപ്രായം പറയുന്നത് അല്ലെ? എന്തെങ്കിലും കള്ളത്തരങ്ങൾ നടത്തിയിട്ടുണ്ടോ അല്ലെ, എന്തെങ്കിലും ഫ്രോഡുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നല്ലേ പറയുന്നത് അല്ലെ? എക്സ്റ്റേണൽ ഓഡിറ്റിംഗില് ആരെങ്കിലും എന്തെങ്കിലും അല്ലെ പൈസ എന്തെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടോ അല്ലെ, പിൽഫ്രേജ് നടത്തിയിട്ടുണ്ടോ അല്ലെ, എന്തെങ്കിലും ഫ്രോഡുകൾ നടന്നിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് അല്ലെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗിൽ പറയുന്നത്. എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്താണ് അഭിപ്രായം പറയുന്നത്? ഒരു കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെ, സാമ്പത്തിക രേഖകളിലുള്ള സത്യസന്ധതയ്ക്കും ന്യായത്തിനുമാണ് അവര് ഒപ്പീനിയൻ പറയുന്നത്. ഓക്കെയാണോ? ഇന്റേണൽ ഓഡിറ്റില് ഒരു ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയ്ക്ക് അല്ലെ, ഇഫക്റ്റീവ്നെസ്സിനാണ് അല്ലെ അവരെന്താണ് ഗ്യാപ്പുകൾ മനസ്സിലാക്കി, പോരായ്മകൾ മനസ്സിലാക്കി അത് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള റെക്കമെൻഡേഷൻസ് ആണ് അല്ലെ പറയുന്നത്. ഓക്കെയാണോ? സ്കോപ്പ്, അതിന്റെ
വ്യാപ്തി ആരാണ് തീരുമാനിക്കുന്നത്? ഒരു ഓർഗനൈസേഷന്റെ ഇന്റേണൽ ഓഡിറ്റിന്റെ വ്യാപ്തി തീരുമാനിക്കുന്നത് ആരാ? അത് എത്രത്തോളം നടക്കണം, ഏതൊക്കെ സെക്ഷനിലാണ് അതിന്റെ എന്താണ് ഓഡിറ്റിംഗ് നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മാനേജ്മെന്റ് ആണ് അല്ലെ. ഇവിടെ എങ്ങനെയാണ്? നിയമപ്രകാരമാണ് അല്ലെ. എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് നിയമപ്രകാരം നടത്തുന്നതാണ് അല്ലെ. ഒരു കമ്പനിയില് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനില് വർഷത്തില് ഒരു തവണ നിർബന്ധമായിട്ടും എന്ത് നടത്തിയിട്ടുണ്ടായിരിക്കണം? എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരിക്കണം അല്ലെ. അപ്പൊ അതിന്റെ ആ ഒരു സ്കോപ്പ്, അത് എത്രത്തോളം വ്യാപ്തിയിൽ ചെയ്യണം, അതുകൊണ്ടുള്ള വിശാലത എന്താണ് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? സ്റ്റാറ്റ്യൂട്ട് ആണ് അല്ലെ, നിയമപ്രകാരം അല്ലേ? ആണോ? ആണ്. അപ്പൊ എന്താണ് സ്കോപ്പ് നോക്കിയേ? ഇന്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് തീരുമാനിക്കുന്നത് ആരാ? ഡിസൈഡഡ് ബൈ ദ മാനേജ്മെന്റ് ഓഫ് ദി എൻറ്റൈറ്റി അല്ലെ. ആ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. നെക്സ്റ്റ് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ സ്കോപ്പ് എന്താണ്? ഡിസൈഡഡ് ബൈ ദി സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ ചട്ടപ്രകാരമാണ് അതിന്റെ ആ ഒരു സ്കോപ്പ് അവര് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഒബ്ലിഗേഷൻ അല്ലെ. എന്താണ്? ബാധ്യത, ഡ്യൂട്ടി എന്നൊക്കെ പറയും അല്ലെ. എന്താണ് നമുക്ക് ഇന്റേണൽ ഓഡിറ്റ് എന്താണ്? നോ, ഇറ്റ് ഈസ് വോളണ്ടറി അല്ലെ. അത് ആ ഒരു സ്ഥാപനം തന്നെ, അവിടുത്തെ മാനേജ്മെന്റ് തന്നെ ചെയ്യുന്നതാണ് അല്ലെ. സ്വമേധയാ ചെയ്യുന്നതല്ലേ. അങ്ങനെ ചെയ്യുന്ന വല്ല ബാധ്യതയുണ്ടോ? അവിടുത്തെ മാനേജ്മെന്റ് തന്നെ സ്വമേധയാ ചെയ്യുന്നതാണ് അല്ലെ. എന്തിനു വേണ്ടി ചെയ്യുന്നതാണ്? അവിടുത്തെ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താണ്? ഒബ്ലിഗേഷൻ, ബാധ്യത അല്ലെ. നോ, ഇറ്റ് ഈസ് വോളണ്ടറി. അവിടെ അവരെന്താണ്? ആ ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ സ്വമേധയാ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഇന്റേണൽ ഓഡിറ്റ്. പക്ഷെ എക്സ്റ്റേണൽ ഓഡിറ്റ് അങ്ങനെയാണോ? മിസ് പറഞ്ഞു അല്ലെ. എന്താണ്? അത് നിർബന്ധമാണ് അല്ലെ. വർഷത്തില് ഒരു തവണ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തുക എന്നുള്ളത് നിർബന്ധമാണ്, നിയമമാണത്. അപ്പൊ ഇതെന്താണ്? സ്വമേധയാണോ നടക്കുന്നത് എക്സ്റ്റേണൽ ഓഡിറ്റ്? യെസ് അല്ലെ, അത് നിർബന്ധമാണ്. അതിന് അങ്ങനെ ഒരു ബാധ്യതയുണ്ട്. ആ ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിക്ക് അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇവാലുവേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്താനുള്ള ബാധ്യതയുണ്ട്. എന്ത് പ്രകാരം? അക്കോർഡിംഗ് ടു ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956 പുറത്തിറങ്ങിയ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം ഒരു കമ്പനി നിർബന്ധമായിട്ടും എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തിയിരിക്കണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പീരീഡ് അല്ലെ. ഇന്റേണൽ ഓഡിറ്റിന്റെ പീരീഡ് എങ്ങനെയാണ്? വർഷത്തിൽ ഒരു തവണയാണോ 2 തവണയാണോ നടത്തുന്നത് ഇന്റേണൽ ഓഡിറ്റിംഗ്? ആണോ? അല്ല അല്ലെ, ഓൺഗോയിങ് ആണ് അല്ലെ. ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ബാധ്യത, ഡ്യൂട്ടി. പീരീഡ് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. കണ്ടിന്യൂസ് ആണ് അല്ലെ, ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ. പക്ഷേ എക്സ്റ്റേണൽ ഓഡിറ്റ് എങ്ങനെയാണ്? വൺസ് ഇൻ എ ഇയർ അല്ലെ, വർഷത്തിൽ ഒരു തവണയാണ് അല്ലെ. നമ്മൾ മിക്ക കമ്പനീസിലും ബാങ്കുകളിലൊക്കെ കേൾക്കാറുണ്ട് അല്ലെ, വർഷാവസാനം ഓഡിറ്റിംഗ് നടക്കുന്നു അല്ലെ. ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് നടക്കുന്നത് കേട്ടിട്ടില്ലേ? മാർച്ചിൽ അല്ലെ. ഓക്കെ, അപ്പൊ എന്താണ് പീരീഡ്? അപ്പൊ ആ ഒരു ഓഡിറ്റിംഗിന്റെ പീരീഡ് എന്ന് പറയുന്നത് ഇന്റേണൽ ഓഡിറ്റിൽ എങ്ങനെയാണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ, തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. ബട്ട് എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് വൺസ് ഇൻ എ ഇയർ, വർഷത്തില് ഒരു തവണയാണ് നടക്കുന്നത്. നെക്സ്റ്റ് ചെക്സ് അല്ലെ. ഈ ഇന്റേണൽ ഓഡിറ്റില് എന്ത് കാര്യങ്ങളാണ് അവർ ചെക്ക് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത്, പരിശോധിക്കുന്നത്? എന്താണ് ഇന്റേണൽ ഓഡിറ്റില്? അറിയാലോ, ആക്ടിവിറ്റീസ് അല്ലെ, ഓപ്പറേഷൻസിന്റെ എഫിഷ്യൻസി ആണ് അല്ലെ. ആക്ടിവിറ്റീസിന്റെ എഫിഷ്യൻസി അല്ലേ, കാര്യക്ഷമതയാണ് അല്ലെ. അവര് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നുണ്ടോ അല്ലെ, എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്മാച്ചിങ് ഉണ്ടോ അല്ലെ, ഗ്യാപ്പുകൾ ഉണ്ടോ, പോരായ്മകൾ ഉണ്ടോ അല്ലെ.
ആണോ? എക്സ്റ്റേണൽ ഓഡിറ്റില് അവരെന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ ആക്യുറസി ഒക്കെയാണ് അല്ലെ? കൃത്യതയും അതിന്റെ വാലിഡിറ്റി ആണ് അല്ലെ? സ്റ്റെബിലിറ്റി ഒക്കെയാണ് അല്ലെ? ഓക്കെ. എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിംഗില് ഓപ്പറേഷണൽ എഫിഷ്യൻസി, അതായത് ആക്ടിവിറ്റീസ് ഒരു ഓർഗനൈസേഷനില് അല്ലെങ്കിൽ ഒരു കമ്പനിയില് നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം എന്താണ് എഫിഷ്യന്റ് ആണ് അല്ലെ? കാര്യക്ഷമമായ രീതിയിലാണ് നടത്തുന്നത്, അവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ഇന്റേണൽ ഓഡിറ്റിൽ പരിശോധിക്കുന്നത്. ബട്ട് എക്സ്റ്റേണൽ ഓഡിറ്റ് അവിടെ എങ്ങനെയാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ കൃത്യതയും വാലിഡിറ്റി ഒക്കെയാണ് അല്ലെ? അത് എത്രത്തോളം നല്ല രീതിയിലാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിൽ പരിശോധിക്കുന്നത്. ഓക്കെ ആണോ? ആ ടേബിൾ ഒന്ന് നോക്കി എല്ലാവരും. ആ ടേബിൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സെക്ഷൻ എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടോ നോക്കിയേ, അല്ലെങ്കിൽ മിസ് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. വെൻഡർ സെലക്ഷൻ ആണ് നെക്സ്റ്റ് വരുന്നത്. അപ്പൊ നോക്കിയേ, വ്യക്തം ഒന്ന് വായിച്ചു നോക്കിയേ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞാല് അഭിപ്രായം. പറയണോ? എക്സ്പ്ലെയിൻ ചെയ്യണോ? അവര് ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഓഡിറ്റ് നടത്തിയിട്ട് എന്തിനെ കുറിച്ചാണ് അവർ ഒപ്പീനിയൻ പറയുന്നത്, അഭിപ്രായം പറയുന്നത്? Internal audit opinion is provided on the effectiveness of the operational activities of the organization. ഒരു ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ അവരുടെ ഓപ്പറേഷൻസിനെ വിലയിരുത്തിയതിന് ശേഷം അതിന്റെ കാര്യക്ഷമതയെ കുറിച്ചാണ് അല്ലെ അവർ അഭിപ്രായം പറയുന്നത് അല്ലെ? ആ ഓപ്പറേഷൻസിൽ അല്ലെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ അല്ലെ, എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യേണ്ടതായ കാര്യങ്ങളുണ്ടോ എന്നല്ലേ പറയുന്നത് അല്ലേ? ആണോ? അതാ ചോദിച്ചേ. നെക്സ്റ്റ് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗിൽ എന്തിനെ കുറിച്ചാണ് എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് അഭിപ്രായം പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളുടെ കൃത്യതയൊക്കെ അല്ലേ? ന്യായവും സത്യസന്ധതയാണ് അല്ലെ? എന്തെങ്കിലും കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടോ അല്ലെ, എന്തെങ്കിലും ഫ്രോഡുകൾ കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചല്ല അവർ അഭിപ്രായം പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, ഫിനാൻഷ്യൽ രേഖകളൊക്കെയാണ് അല്ലെ അവര് വിലയിരുത്തുന്നത്. അതിനുശേഷം ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളിലുള്ള എന്താണ് ട്രൂത്ത്ഫുൾനെസ് അല്ലെ, സത്യസന്ധതയും ന്യായവുമാണ് അല്ലെ, ന്യായത്തിനെ കുറിച്ചാണ് അവര് അഭിപ്രായങ്ങൾ നൽകുന്നത്. ഓക്കെ ആണോ? സ്കോപ്പ് പറയണം. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇന്റേണൽ ഓഡിറ്റ് അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്ന് തീരുമാനിക്കുന്നത്. എത്രത്തോളം കാര്യങ്ങളാണ് അവര് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവര് റിവ്യൂ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഇന്റേണൽ ഓഡിറ്റിലെ ആരാണ് അവിടുത്തെ വ്യാപ്തി തീരുമാനിക്കുന്നത്, എത്രത്തോളം വേണം, സ്കോപ്പ് തീരുമാനിക്കുന്നത് ആരാണ്? മാനേജ്മെന്റ് ആണ് അല്ലെ? ഓരോ മാനേജ്മെന്റ് ആണ് അല്ലെ? ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ, ഓപ്പറേഷണൽ ഇഫക്റ്റീവ്നെസ്സിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അത് തീരുമാനിക്കുന്നത് അവിടുത്തെ മാനേജ്മെന്റ് ആണ്. ബട്ട് നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് എങ്ങനെയാണ്? നമുക്കത് വർഷത്തിൽ ഒരു തവണ നിർബന്ധമായിട്ടും എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളത് എന്താണ്? ഒരു നിയമമാണ് അല്ലെ, ഒരു റൂൾ അല്ലേ? എല്ലാ കമ്പനികളിലും എല്ലാ ഓർഗനൈസേഷനുകളിലും വർഷത്തിൽ ഒരു തവണ കണക്കെടുപ്പ് നടക്കുക അല്ലെ. മലയാളത്തിൽ കണക്കെടുപ്പ് എന്നൊക്കെ പറയും. നിർബന്ധമാണോ അനീസ? സ്റ്റാറ്റ്യൂട്ട് എന്ന് പറഞ്ഞാല് നിയമം.
നിയമപ്രകാരമാണ് ഡിസൈഡഡ് ബൈ ദിസ് ചാപ്റ്റർ. ആ ഒരു എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ വ്യാപ്തി തീരുമാനിക്കുന്നത് നിയമപ്രകാരമാണ്. ഓക്കെ ആണോ? നമുക്ക് നമ്മുടെ ഇന്ത്യൻ കമ്പനി 1956 പുറത്തിറക്കിയ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നതിനുള്ള സർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള പ്രകാരമായിരിക്കും നമ്മുടെ എക്സ്റ്റേണൽ ഓഡിറ്റിംഗ് ഒരു കമ്പനിയിൽ നടത്തുന്നത്. ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആയോ എല്ലാവർക്കും? ആ ഒരു ടേബിൾ കമ്പാരിസൺ ഓക്കെ ആയോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സെലക്ഷൻ ഓഫ് വെൻഡർ അല്ലെ, വെൻഡറെ സെലക്ട് ചെയ്യാം. എന്തിനു വേണ്ടിയാണ് നമ്മൾ വെൻഡറെ സെലക്ട് ചെയ്യുന്നത്? കച്ചവടക്കാരെ അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷനില്? എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കച്ചവടക്കാരെല്ലാം ഷോപ്പിൽ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സപ്ലൈ ചെയ്യാനാണോ ബിൻഷ? നമ്മൾ ഷോപ്പിൽ പർച്ചേസ് ചെയ്യാൻ അല്ലേ? പർച്ചേസ് ചെയ്യാൻ. അതേപോലെ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ, കമ്പനീസ് റിസോഴ്സുകള് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ? പർച്ചേസ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രൊക്യൂർമെന്റ് നടത്തുന്നുണ്ടോ? സംഭരണം നടത്തുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് പർച്ചേസിങ്? എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് അല്ലെ? പ്രൊക്യൂർമെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് അല്ലെ? രണ്ട് രീതിയിലും പറയാം. അപ്പൊ നമുക്ക് നോക്കാം. The purchasing department takes responsibility for the vendor selection, which is an integral part of the procurement management process. അല്ലെ? നമ്മുടെ procurement management process എന്ന് പറഞ്ഞാൽ എന്താ? സംഭരണ മാനേജ്മെന്റ് പ്രോസസ് എന്ന് വെച്ചാൽ സ്റ്റോർ ചെയ്യില്ലേ നമ്മുടെ സാധനങ്ങൾ അല്ലെ? ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അല്ലെ? ഡ്രഗ്സുകള്, എക്യുപ്മെന്റ്സുകള്, കോട്ടൺസ്, ലിനൻസ് അല്ലെ? കെമിക്കൽസ്, മെഷീനറീസ് ആണോ? അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സുകൾ വാങ്ങി സ്റ്റോർ ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രോസസ് അല്ലെ? ആ ഒരു പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമായ വെൻഡർ സെലക്ഷൻ, വെൻഡറിനെ തിരഞ്ഞെടുക്കുന്നത് ആരുടെ ഉത്തരവാദിത്തമാണെന്ന്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനുള്ള ഉത്തരവാദിത്തമാണ്. ഓക്കെയാണോ? നമ്മുടെ പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രക്രിയയുടെ അവിഭാജ്യ ഘടകമായ സപ്ലയേഴ്സിനെ അല്ലെങ്കിൽ വെൻഡേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉത്തരവാദിത്തമാണ് അല്ലേ? നമുക്ക് വെൻഡറെ തെരഞ്ഞെടുത്ത് അവരിൽ നിന്ന് സപ്ലയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സിൽ നിന്ന് സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് മാത്രമല്ലേ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, പ്രൊക്യൂർമെന്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ എന്താണ് നമ്മുടെ പ്രൊക്യൂർമെന്റ് മാനേജ്മെന്റ് പ്രോസസ്സിന്റെ അവിഭാജ്യ ഘടകമാണ് അല്ലെ സപ്ലയേഴ്സിനെ വെൻഡേഴ്സിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് അല്ലേ? അപ്പൊ അതിനുള്ള ഉത്തരവാദിത്തം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനാണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the vendor selection is a subsidiary process that allows clearly stating, defining and approving those vendors which meet requirement of the procurement process അല്ലെ? നമ്മുടെ സംഭരണ പ്രക്രിയയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിനുള്ള അല്ലെ? അങ്ങനെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന വെൻഡർമാരെ വ്യക്തമായിട്ട് നമ്മൾ പ്രസ്താവിക്കണം, സ്റ്റേറ്റ് ചെയ്യണം അല്ലെ? നിർവചിക്കേണ്ട ആരൊക്കെയാണ് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്ന വെൻഡേഴ്സ് അല്ലെ? ഏതൊക്കെ സപ്ലയേഴ്സിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണ്ടേ ഹോസ്പിറ്റലില്? അങ്ങനെയുള്ള
സ്റ്റേറ്റിംഗ് അല്ലെ, നിർവചനവും പ്രസ്താവിക്കുകയും അവരാരൊക്കെയാണ് എന്ന് സെലക്ട് ചെയ്യണം അല്ലെ, അങ്ങനെയുള്ള പ്രോസസ്സ്. പിന്നെ അവരെ ആരൊക്കെയാണെന്ന് പറയുക, അങ്ങനെ നിർവചിക്കുകയും അവരെ അംഗീകരിക്കുകയും ചെയ്യണം അല്ലെ. അംഗീകരിക്കാനും അനുവദിക്കുന്ന ഒരു അനുബന്ധ പ്രക്രിയയാണ് വെണ്ടർ സെലക്ഷൻ. നമ്മുടെ സംഭരണ പ്രക്രിയയുടെ അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ സംഭരണ പ്രക്രിയയുടെ ആവശ്യകതകൾ നിറവേറ്റുന്ന വെണ്ടർമാരെ വ്യക്തമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യുകയും അവരെ ക്ലിയർ ആയിട്ട് അവർക്ക് എന്താണ് ഓർഗനൈസേഷന്റെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകൾക്ക് മനസ്സിലാകുന്ന വിധം ക്ലിയർ ആയിട്ട് അവരെ പറ്റി മെൻഷൻ ചെയ്യുകയും അവരെ അംഗീകരിക്കാനും അനുവദിക്കുന്ന ഒരു അനുബന്ധ പ്രക്രിയ, ഒരു സബ്സിഡിയറി പ്രോസസ് ആണ് വെണ്ടർ സെലക്ഷൻ. എന്ന് വെച്ചാല് ഇതില് സ്റ്റേറ്റിംഗ്, ഡിഫൈനിങ്, അപ്രൂവിംഗ് എന്നൊക്കെ പറയണ്ട. അത് ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ആ ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് പ്രൊക്യൂർമെന്റിന്റെ ആവശ്യകതകൾ അല്ലെ, നമുക്ക് ഏതൊക്കെ സാധനങ്ങളാണ് സംഭരിക്കേണ്ടത് അല്ലെ, ഏതൊക്കെ സാധനങ്ങൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമുണ്ട് അല്ലെ, അതിനാവശ്യമായിട്ടുള്ള വെണ്ടേഴ്സിനെ തിരഞ്ഞെടുക്കുകയും അവരെ മറ്റു ഡിപ്പാർട്ട്മെന്റിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള എന്താണ് ഒരു അനുബന്ധ പ്രക്രിയയാണ് വെണ്ടർ സെലക്ഷൻ. ഓക്കെ ആണോ? ഇപ്പൊ നമ്മ ഫസ്റ്റ് പറഞ്ഞു എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തുണ്ട്, ഒരു ലിസ്റ്റ് ഉണ്ട് അല്ലെ, ട്രസ്റ്റ് വേഴ്ത്തി അല്ലെ, വിശ്വാസയോഗ്യരായിട്ടുള്ള കുറച്ച് സപ്ലയേഴ്സിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അല്ലെ, വെണ്ടേഴ്സിന്റെ. അതിനനുസരിച്ചായിരിക്കും അല്ലെ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ആ വെണ്ടേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വെണ്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുക, ആരിൽ നിന്നൊക്കെയാണ് സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്, പ്രൊക്യൂർമെന്റ് ആ ഒരു പ്രക്രിയക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ടത് എന്നൊക്കെ ഡിഫൈൻ ചെയ്യുന്നതും അവരെ അംഗീകരിക്കുന്ന അവർക്ക് ആ ഒരു എന്താണ് പർച്ചേസിംഗില് അപ്രൂവ് കൊടുക്കുന്നതും ചെയ്യുന്ന ഒരു പ്രക്രിയ, അനുബന്ധ പ്രക്രിയയാണ് വെണ്ടർ സെലക്ഷൻ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the buying department is responsible for creating a list of potential suppliers and submitting that list to the project manager in order to decide on the vendors conference. അല്ലെ, എന്താണ് വെണ്ടർമാരെ തീരുമാനിക്കാൻ സാധ്യതയുള്ള വിതരണക്കാരുടെ ഒരു ലിസ്റ്റ് സൃഷ്ടിക്കുക അല്ലെ. നമ്മൾ പറഞ്ഞു ട്രസ്റ്റ് വേണ്ടി അല്ലെ, വിശ്വാസയോഗ്യരായിട്ടുള്ള അല്ലെ, നമുക്ക് കറക്റ്റ് ലീഡ് ടൈമിന് സാധനങ്ങൾ തരും, കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ തരും, ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തരും അല്ലെ, നല്ല കോസ്റ്റിന് അധികം കോസ്റ്റ് ഒന്നും കൂടാതെ അല്ലെ, ഒരുപാട് റേറ്റ് അല്ലാതെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് സാധനങ്ങൾ തരും അല്ലെ. അങ്ങനെയുള്ള എന്താണ് സാധ്യതയുള്ള വിതരണക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റ് ആർക്ക് കൊടുക്കണം, പ്രൊജക്ട് മാനേജർക്ക് അല്ലെ, പ്രൊജക്ട് മാനേജർക്ക് സമർപ്പിക്കാൻ നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ, നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെയാണോ? നമ്മുടെ ഓർഗനൈസേഷനില് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള അല്ലെ വെണ്ടർമാരെ തീരുമാനിക്കുന്നതിന് സാധ്യതയുള്ള ഒരു വെണ്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുകയും അത് നമ്മുടെ പർച്ചേസിംഗ് മാനേജർക്ക് നൽകാനും നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്വമുണ്ട്. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ. ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്താ തന്നെ, ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടേഴ്സിന്റെ അല്ലെ, വിശ്വാസയോഗ്യരായിട്ടുള്ള വെണ്ടേഴ്സിന്റെ ലിസ്റ്റ് തയ്യാറാക്കുകയും അത് നമ്മുടെ പർച്ചേസിംഗ് മാനേജർക്ക് പ്രൊജക്ട് മാനേജർക്ക് സമർപ്പിക്കാനും നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റിന് ഉത്തരവാദിത്തമുണ്ട്. നെക്സ്റ്റ് പറയുന്നത്
However, the ultimate decision on the vendors cannot be made without the vendor selection criteria. So the purchase department, in cooperation with the project manager, needs to develop and use such criteria. അപ്പൊ എന്നിരുന്നാലും നാം ഇങ്ങനെ ഒരു ലിസ്റ്റ് കൊടുത്ത് നമുക്ക് വിശ്വാസയോഗ്യരായിട്ടുള്ള കുറച്ച് സപ്ലയേഴ്സ് ആണ്, അവര് ലിസ്റ്റ് കൊടുത്തു. എന്നിരുന്നാലും നമുക്ക് അവരിൽ നിന്ന് ഒരു ആളെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. വെണ്ടർ സെലക്ഷനുള്ള ആ ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡത്തിന്റെ അടിസ്ഥാനമില്ലാതെ നമുക്ക് ഒരു അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും അല്ലെ, വെണ്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് വേണം? ആ ഒരു വെണ്ടേഴ്സിന്റെ ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളില്ലാതെ, വെണ്ടർ സെലക്ഷനുള്ള മാനദണ്ഡങ്ങളില്ലാതെ നമുക്കതിൽ അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. അതിനാല് പ്രൊജക്ട് മാനേജറുമായിട്ട്, നമ്മുടെ പ്രൊജക്ട് മാനേജർമാരുമായിട്ട് സഹകരിച്ച് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അത്തരം ക്രൈറ്റീരിയാസ് വികസിപ്പിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക അല്ലെ. ഇപ്പൊ ഏതൊക്കെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ഒരു വെൻഡേഴ്സിനെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷന് തിരഞ്ഞെടുക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഒരു ക്രൈറ്റീരിയ നമ്മുടെ പ്രൊജക്ട് മാനേജറുമായിട്ട് കൂടി ആലോചിച്ച് നമ്മുടെ പർച്ചേസിംഗ് മാനേജ്മെന്റ് ആ ഒരു ക്രൈറ്റീരിയ തയ്യാറാക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? ഒരിക്കലും ഇതിൽ പറയുന്നത്, ഒരിക്കലും ആ ഒരു ലിസ്റ്റിൽ നിന്ന് നമ്മുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ലിസ്റ്റ് നോക്കിയിട്ട് നമുക്കൊരു അന്തിമ തീരുമാനം എടുക്കാൻ സാധിക്കുകയില്ല. അതെങ്ങനെയാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആ ഒരു വെഞ്ചറെ സെലക്ട് ചെയ്യുന്നത്? സർട്ടൻ ക്രൈറ്റീരിയ അല്ലെ, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ആ ഒരു ക്രൈറ്റീരിയ, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനം. ഇപ്പൊ നിങ്ങളാണെങ്കിലും ഓൺലൈനില് എന്താണ് പർച്ചേസ് ചെയ്യാറുണ്ട്. നിങ്ങൾ എല്ലാ സൈറ്റിലിന്റെ നിങ്ങൾ പർച്ചേസ് ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. നിങ്ങൾക്ക് എന്താണ് കുറച്ച് വിശ്വസ്തത ഉണ്ടായിരിക്കും അല്ലെ. നിങ്ങൾ ഒരു സാധനം എപ്പോഴെങ്കിലും ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓർഡർ ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലല്ലേ അല്ലെ റിവ്യൂ നോക്കൂ അല്ലെ. റിവ്യൂ നോക്കൂ. പിന്നെ എന്താണ് റിവ്യൂ നോക്കും, പ്രോഡക്റ്റിന്റെ മെറ്റീരിയൽ നോക്കും അല്ലെ, സാധനങ്ങളുടെ ബ്രാൻഡ് നോക്കും, കോസ്റ്റ് നോക്കും അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ എന്താണ് കോസ്റ്റ്, ആ ഒരു ഡെലിവറി ടൈം നോക്കാറുണ്ട് അല്ലെ. ചിലപ്പോ മീഷോന്ന് നമുക്കൊരു സാധനം 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 4 ദിവസത്തിനുള്ളിൽ കിട്ടും. ആ സെയിം സാധനം നമുക്ക് ഫ്ലിപ്കാർട്ടിന് ഒരു 8 ദിവസം 10 ദിവസം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ആരിൽ നിന്നായിരിക്കും എടുക്കുന്നത്? ആരിൽ നിന്നായിരിക്കും എടുക്കുന്നത്? മീഷോന്ന് എടുക്കും അല്ലേ. അപ്പൊ അതൊരു മാനദണ്ഡമാണ് അല്ലെ. ആ ഒരു ലീഡ് ടൈം ഒരു മാനദണ്ഡം അല്ലേ. കോസ്റ്റ് ഒരു മാനദണ്ഡമാണ് അല്ലെ. ക്വാളിറ്റിയോ ആണ്. പിന്നെ ഫാസ്റ്റ് എക്സ്പീരിയൻസ്. മിസ് പറഞ്ഞു നമ്മ ഒരു സാധനം ഓർഡർ ചെയ്തിട്ട് അതിൽ നിന്നുണ്ടായ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മ വീണ്ടും സെലക്ട് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ഓൺലൈൻ ഇതിനെ തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ എന്ത് വരുന്നുണ്ട്? നമ്മുടെ വെൻഡർ സെലക്ഷനുള്ള ക്രൈറ്റീരിയയില് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ ആണോ? എന്ത് ചെയ്യണം? നമ്മുടെ ആരാണ്? പ്രൊജക്ട് മാനേജറുമായിട്ട് സഹകരിച്ചിട്ട് നമ്മുടെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെയുള്ള സർട്ടൻ ക്രൈറ്റീരിയ, വെൻഡർ സെലക്ഷനുള്ള സർട്ടൻ ക്രൈറ്റീരിയാസ് തയ്യാറാക്കുകയും വികസിപ്പിക്കുകയും അത് യൂസ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് often vendor selection criteria vary between organization. എന്താണ്? ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ചും അവിടുത്തെ ക്രൈറ്റീരിയ വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ? വെൻഡർ സെലക്ഷനുള്ള അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, പ്രോഡക്റ്റിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവും അല്ലേ. അവിടുത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ഓപ്പറേഷൻസിന്റെ അടിസ്ഥാനത്തിലൊക്കെ എന്താണ് ഈ ഒരു വെൻഡർ ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ?
അപ്പൊ അതുകൊണ്ട് പറയുന്നത് എന്താണ്, ഓർഗനൈസേഷന്റെ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. However, they need to be identified and included as a component of the inventory management plan. അല്ലെ, എന്നിരുന്നാലും അവർ തിരിച്ചറിയാൻ നമ്മുടെ വെൻഡർ സെലക്ഷന് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അത് ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിന്റെ ഒരു ഘടകമായി ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ ആണോ? ഈ ഓർഗനൈസേഷന്റെ വെൻഡർ സെലക്ഷൻ ക്രൈറ്റീരിയാസ് ഓരോന്നും വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സെലക്ഷന്റെ ക്രൈറ്റീരിയാസ് മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയുകയും നമ്മുടെ ഇൻവെന്ററി മാനേജ്മെന്റ് പ്ലാനിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ ആണോ? അത്തരം ഘടകങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുക. The criteria for vendor selection include the following. The vendor സെലക്ഷന്റെ നമ്മുടെ കച്ചവടക്കാരെ തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് പറയുന്നത് കോസ്റ്റ്. മിസ് പറഞ്ഞു അല്ലെ, വിലയുടെ അടിസ്ഥാനത്തിൽ അല്ലെ വെണ്ടർ സെലക്ട് ചെയ്യാറുണ്ട് അല്ലെ. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുകയാണ് അല്ലെ, ഒരു ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ ഓടിച്ചെന്ന് ഒരു ഷോപ്പിൽ പോയി വാങ്ങോ? ഇല്ല. 2-3 ഷോപ്പുകളിൽ പോയി എൻക്വയറി നടത്തല്ലേ. സെയിം സാധനം, സെയിം കമ്പനിയുടെ കമ്പാരിസൺ നടത്തല്ലേ. സെയിം കമ്പനിയുടെ സാധനം, സെയിം ഫീച്ചേഴ്സ് ഉള്ള സാധനം എവിടെയാണോ റേറ്റ് കുറവ് അവിടെ നിന്നല്ലേ നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ. അപ്പൊ അവിടെ എന്താണ്, കോസ്റ്റ് എഫക്ട് ചെയ്യുന്നുണ്ടോ? ആ ഒരു പർച്ചേസിംഗില് കോസ്റ്റ് എഫക്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ ഫസ്റ്റ് പറയുന്നത് കോസ്റ്റ് ഓഫ് ദി പ്രൊക്യൂർമെന്റ് സർവീസസ്, എ കമ്പാരിസൺ ഓഫ് പ്രൈസസ് പ്രൊവൈഡഡ് ബൈ സെവറൽ കോൺട്രാക്ടേഴ്സ് എന്നല്ലേ. നമ്മുടെ പല കോൺട്രാക്ടേഴ്സ് തരുന്ന ആ ഒരു പ്രൈസസ് നമ്മൾ എന്ത് ചെയ്യും, കമ്പാരിസൺ നടത്തിയിട്ടാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ദി പ്രൊക്യൂർമെന്റ് സർവീസസ്. അപ്പൊ നമ്മുടെ പ്രൊക്യൂർമെന്റ് സർവീസിൽ ആ ഒരു ചെലവ് ഉൾപ്പെടുന്നുണ്ട്, കോസ്റ്റ്. അതിൽ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, പല കോൺട്രാക്ടേഴ്സ്, പല സപ്ലയേഴ്സ് അല്ലെങ്കിൽ പല വെൻഡേഴ്സ് നൽകുന്ന ആ ഒരു കോൺട്രാക്റ്റിലെ കരാറുകള് നമ്മൾ എന്താണ് താരതമ്യം ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യുക. ആരാണോ കുറവ് പ്രൈസ് പറയുന്നത് അവരെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഡെലിവറി അല്ലെ, ആ ഒരു ടൈം. ഡെലിവറി ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ടു പ്രൊക്വയർ ഓൾ ഐറ്റം വിത്തിൻ ഡിസൈർഡ് ഡെലിവറി ടൈം ഡേറ്റ്സ് അല്ലെ. നമുക്ക് ആ ഒരു സമയത്തിന്, ആ ഒരു ഡെലിവറി ഡേറ്റ്സിന് ആ ഒരു കോൺട്രാക്ടറ് സാധനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടോ അല്ലെ എന്നതിന്റെ അടിസ്ഥാനത്തിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പർച്ചേസിംഗ് നടത്താറുണ്ട് അല്ലെ. ഇപ്പൊ മിസ് നേരത്തെ പറഞ്ഞ പോലെ മീഷോ, ഫ്ലിപ്കാർട്ടും ആ ഒരു ഡെലിവറി ടൈമിന് വ്യത്യാസം വന്നപ്പോ നമ്മ പറഞ്ഞു അല്ലെ, ആരാണോ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാക്കുന്നത് അവരെയല്ലേ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആണോ? അപ്പൊ ഡെലിവറി ടൈം അതിൽ ഉൾപ്പെടുന്നുണ്ട് അല്ലെ, ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വാളിറ്റി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു സാധനം വാങ്ങിക്കുമ്പോൾ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഗുണനിലവാരം. ഇപ്പൊ നമ്മ പറയാറുണ്ട്, ചില സമയത്ത് പറയാറുണ്ട് കുറച്ച് പൈസ കൂടുതൽ കൊടുത്താലും വേണ്ടില്ല അല്ലെ, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമുക്ക് കിട്ടണം. പറയാറുണ്ടോ? പറയാറുണ്ട് അല്ലെ. അപ്പൊ എന്താണ് ക്വാളിറ്റി ഓഫ് ദി, ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ പേഷ്യൻസിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്, അവർക്ക് പല വിധത്തിലുള്ള അപകടങ്ങളിൽ അവരുടെ സേഫ്റ്റിയൊക്കെ ബാധിക്കുന്നുണ്ടോ? ഇൻഫെക്ഷൻസ് വരാം, അവരുടെ സേഫ്റ്റിയൊക്കെ ബാധിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ എന്താണ് നെക്സ്റ്റ് പറയുന്നത്, ക്വാളിറ്റി. ക്വാളിറ്റി ഓഫ് ദ പ്രൊക്യൂർമെന്റ് സർവീസസ് ആൻഡ് എബിലിറ്റി. ക്വാളിറ്റി ആ ഒരു പ്രൊക്യൂർമെന്റ് സർവീസിന്റെ ഗുണനിലവാരം. ആൻഡ് എബിലിറ്റി ഓഫ് ദ കോൺട്രാക്ടർ ടു പ്രൊവൈഡ് പ്രോഡക്റ്റ് വിത്ത് ദ എക്സ്പെക്ടഡ് ക്വാളിറ്റി അല്ലെ. ആ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ആ ഒരു വെൻഡേഴ്സ് അല്ലെങ്കിൽ ആ ഒരു സപ്ലയേഴ്സ് നമുക്ക് നൽകുന്ന ആ ഒരു പ്രോഡക്ട്സുകൾക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റി ഉണ്ടോ എന്നതിന്റെ അടിസ്ഥാനത്തില്. നെക്സ്റ്റ് പറയുന്നത് ഫാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സ്. മിസ് നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് ഇതിക്ക് മുമ്പ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിസിൽ നമ്മൾ വീണ്ടും
അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യല്ലേ. ഒരുപാട് മീഷോ ഫ്ലിപ്കാർട്ടും അല്ലാണ്ട് എന്താണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ എന്താണ് ഒരുപാട് ഓൺലൈൻ ഗ്രൂപ്പ്സുകൾ ഉണ്ട് അല്ലെ. ഡ്രസ്സുകളൊക്കെ വിൽക്കുന്ന ഉണ്ടോ? ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഒരു പ്രാവശ്യം അവരുടെ അടുത്ത് നിന്ന് വാങ്ങി കൊള്ളാം, നല്ല പ്രോഡക്റ്റ് ആണെന്ന്, കോസ്റ്റ് കുറവാണ്, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണെന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്താണ് വീണ്ടും അവരിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യോ? പർച്ചേസ് ചെയ്യല്ലേ. അപ്പൊ എന്താണ് പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്സുകൾ. അതേപോലെ ഹോസ്പിറ്റലും ആ ഒരു വെൻഡേഴ്സുമായിട്ട് മുൻപ് നടത്തിയ പർച്ചേസിങ്ങിന്റെ ആ റെക്കോർഡുകൾ പരിശോധിച്ചതിന് അവര് ആ ഒരു പ്രകടനത്തിന് നോക്കിയതിന് ശേഷം അവരെന്ത് ചെയ്യാറുണ്ട്? ആ ഒരു വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യാറുണ്ട്. ഓൾ ദ കോൺട്രാക്ടേഴ്സ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കൺ ഇൻ ദ പാസ്റ്റ്, മുൻപത്തെ അവരുമായിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതിന്റെ അടിസ്ഥാനത്തില്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. സ്റ്റെപ്സ് ഫോർ വെൻഡർ സെലക്ഷൻ അല്ലേ. നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻസിൽ നമുക്ക് വെൻഡറിനെ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. എന്തൊക്കെയായിട്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? സാധനങ്ങള് പർച്ചേസ് ചെയ്യാൻ അല്ലെ, റിസോഴ്സുകള് പ്രൊക്യൂർമെന്റ് നടത്താൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം? നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയൽസ് അല്ലെങ്കിൽ ആ ഗുഡ്സ് അല്ലെങ്കിൽ ആ ഒരു സർവീസുകള് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആദ്യം വിലയിരുത്തണ്ടേ? എന്താണ് നമ്മുടെ ബിസിനസ് ആവശ്യകതകൾക്ക് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായി വരുന്നത് എന്ന് ആദ്യം തന്നെ നമ്മൾ ഡിഫൈൻ ചെയ്യണം അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്നത്, നമ്മുടെ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായി വരുന്നത് ആണോ? അതിന്റെ ബേസിസിലല്ലേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അല്ലാണ്ട് നമുക്ക് തോന്നിയത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ? തോന്നിയ സപ്ലയേഴ്സിന്റെ അടുത്ത് കുറെ ഡ്രഗ്സ് വാങ്ങാം, കുറെ മെഷീനറീസ് വാങ്ങാം, കുറെ എന്താണ് കോട്ടൻസ് വാങ്ങാം, അങ്ങനെയാണോ ചെയ്യുന്നത് പ്രൊക്യൂർമെന്റ്സ് പർച്ചേസിങ്? അല്ല അല്ലെ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് അല്ലെ ആ ഒരു പ്രവർത്തനങ്ങൾ, അവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്താൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ദ വെൻഡേഴ്സ് അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തരാൻ ആരൊക്കെയാണ് ഏബിൾ ആയിട്ടുള്ളത് അല്ലെ. ഏതൊക്കെ സപ്ലയേഴ്സിൽ നിന്ന് ഏതൊക്കെ വെൻഡേഴ്സിൽ നിന്ന് നമുക്കത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും ആണോ? അവരെ മനസ്സിലാക്കുക. നെക്സ്റ്റ് എന്തായിരിക്കും? ഫസ്റ്റത്തെ പറഞ്ഞ എന്താണ്? ആ ഒരു കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് പറയുന്നത് ആ ഒരു സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എന്താണ് ഏതൊക്കെ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും എന്ന് ഐഡന്റിഫൈ. നെക്സ്റ്റ് എന്താണ്? ക്രൈറ്റീരിയ അല്ലെ. നിങ്ങൾ അങ്ങനെയാണ് ഒരു സാധനം വേണമെന്ന് തോന്നി, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ മീഷോന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണോ? കോസ്റ്റിന്റെ അടിസ്ഥാനത്തില്, ഡെലിവറി ടൈമിന്റെ അടിസ്ഥാനത്തില്, ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലല്ലേ വാങ്ങുന്നത്. അപ്പൊ മൂന്നാമത്തെ എന്ത് വരാം? വെൻഡർ ക്രൈറ്റീരിയാസ് അല്ലെ. നെക്സ്റ്റ് എന്തായിരിക്കും അപ്പ? ഫോർത്ത് എന്തായിരിക്കും? വെൻഡേഴ്സുമായിട്ട് ബ്രീഫിങ്സ് അല്ലെ. ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഇവര് നേരിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെ. ആണോ? അപ്പൊ നമ്മൾ ഈ ക്രൈറ്റീരിയ അനുസരിച്ച് അവരിങ്ങനെ ചുരുക്കി, ഇപ്പൊ നമ്മൊരു 25 കൊട്ടേഷൻസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഒരു 25 പേരാ അല്ലെങ്കിൽ ഒരു 15 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവര് നമുക്ക് തന്നിരിക്കുന്ന ആ കൊട്ടേഷൻസ് അല്ലെങ്കിൽ ആ ക്രൈറ്റീരിയ നമ്മളിങ്ങനെ ക്രൈറ്റീരിയ ചെയ്ത് കൊണ്ടുവരുമ്പോ അവർക്ക് കിട്ടിയ ആ പോയിന്റിന്റെ അടിസ്ഥാനത്തില് ഈ 15 പേരിൽ നിന്ന് ഒരു 3 പേര് അല്ലെങ്കിൽ 2 പേരായിട്ട് ചുരുങ്ങും അല്ലേ നമുക്ക് കൊടുക്കുന്ന. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കിയേ, നിങ്ങൾ ഒരു സാധനം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാൻ പോകുകയാണെങ്കിൽ 1-2 സൈറ്റ് ആണോ ഉള്ളത്? 1-2 ഗ്രൂപ്പുകളാണോ ഉള്ളത്?
അല്ല, ഒരുപാട് ഗ്രൂപ്പ്സുകൾ ഉണ്ട് അല്ലെ. പിന്നെ നിങ്ങൾ അതിൽ കോസ്റ്റ് നോക്കി, അതിന്റെ ആ ഒരു ഡെലിവറി ടൈം നോക്കി, നിങ്ങൾ അങ്ങനെ ക്രൈറ്റീരിയ ചെയ്ത് അതിൽ നിന്ന് 1-2 ആളുകളായിട്ട് കുറയും. ആണോ? അപ്പൊ അതാണ് നാലാമത്തെ വരുന്നത് കണ്ടക്ട് വെൻഡർ ബ്രീഫിങ്സ്. 15 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്താണ് കുറച്ച് പേരുകളായി ചുരുങ്ങുക അല്ലെ. അവരായിട്ട് ചർച്ച നടത്തി അവരുടെ കാര്യങ്ങളൊക്കെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം അത് അങ്ങനെ ചുരുങ്ങിപ്പോ ആ ഒരു ലിസ്റ്റ് കുറച്ചായി വരിക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇവാലുവേറ്റ് വെൻഡേഴ്സ് ആൻഡ് ഷെഡ്യൂൾ ഡെമോസ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മളിപ്പോ അതിൽ നിന്ന് 2 പേരായി, ഇനി 3 പേരെ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? നമുക്ക് സാധനങ്ങളെ കുറിച്ച് ഒരു ഡെമോ കാണിച്ചു തരും അല്ലെ. നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സാധനം ഇന്നതാണ്, ഇതിന്റെ ക്വാളിറ്റീസ് ഇന്നതാണ്, ഇതിന്റെ ഫീച്ചേഴ്സ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരാറുണ്ടോ? അപ്പൊ ലാസ്റ്റ് അവരിൽ നിന്ന് പർച്ചേസ് ചെയ്യല്ലേ. ഓക്കെ ആണോ? മിസ് എടുക്കാട്ടോ. മിസ് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ തന്നാണ്, എന്നിട്ട് എടുത്തു തുടങ്ങാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. മിസ് ഇനി എടുക്കേ. നെക്സ്റ്റ് സ്റ്റെപ്സ് ഫോർ വെൻഡർ സെലക്ഷൻ. വെൻഡർ സെലക്ഷൻ ഉള്ള സ്റ്റെപ്പുകൾ അല്ലെ എന്തൊക്കെയാണ്? സെലക്ടിങ് എ ടെക്നോളജി വെൻഡർ ഈസ് പ്രോബബ്ലി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക് ദാറ്റ് ആൻ IT ലീഡർ വിൽ അണ്ടർടേക്ക് അല്ലെ. ഒരു വെൻഡർ സെലക്ട് ചെയ്യുക എന്നുള്ളത്, ഒരു വെൻഡറെ തിരഞ്ഞെടുക്കുന്നത് ഒരു IT ലീഡർ ഏറ്റെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്ക് ആണ്. എന്താണ്? ഒരു വെൻഡറെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഒരു IT ലീഡർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ്. ഇറ്റ് ക്യാൻ ബി കോംപ്ലിക്കേറ്റഡ് അല്ലെ. ഒരു വെൻഡറെ സെലക്ട് ചെയ്യാൻ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ. ആണോ? സങ്കീർണമാണ് അല്ലെ. നമുക്ക് സെലക്ട് ചെയ്യുന്ന വെൻഡർ ശരിയായ ഒരു വെൻഡർ അല്ല എങ്കിൽ എന്താണ്? പല ബുദ്ധിമുട്ടുകളും വരാലോ ഇല്ലേ. അവര് തന്ന സാധനത്തിന് പല പ്രോബ്ലംസും വരാം അല്ലെ. ക്വാളിറ്റി ഇല്ല, നമുക്ക് പറഞ്ഞ സമയത്ത്, നമുക്ക് ആവശ്യമായ ഒരു സമയത്ത് എന്താണ് ആ സാധനങ്ങൾ ലഭ്യമായില്ലെങ്കിൽ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ വരാം അല്ലെ. അപ്പൊ ഈ പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? കോംപ്ലിക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ പ്രോസസ് അല്ലെ. വൈകാരികമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നോക്കിയേ, it can be complicated and emotional process if the organization lacks the right team of people who have the knowledge and expertise to undergo a successful selection process അല്ലെ. ശരിയായ വെൻഡർ സെലക്ഷൻ പ്രക്രിയക്ക് വിധേയരാകാൻ അറിവും വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു ടീം സ്ഥാപനത്തിന് ഇല്ലെങ്കിൽ അതെന്താണ്? ഒരു സങ്കീർണവും വൈകാരികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. എന്താണ്? നമ്മുടെ വെൻഡർ സെലക്ഷന് കഴിവുള്ളതും അല്ലെ, അതിന് അനുയോജ്യമായിട്ടുള്ള സ്കില്ലുകൾ ഉള്ളതും അതിന് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ടീം വേണം അല്ലെ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ടീമാണോ? അതെ, വെൻഡർ സെലക്ഷനുള്ള അല്ലെ ഒരു എക്സ്പീരിയൻസ്, കഴിവുള്ളതും അല്ലെ, അതിനൊരു അറിവുള്ളതും സ്കിൽഡ് ആയിട്ടുള്ള ആളുകളല്ലേ. ഇപ്പൊ നമ്മ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഒക്കെ ആയിരിക്കും അല്ലെ, ഒരു ഡ്രസ്സ്, അങ്ങനെയൊക്കെയാണോ? ആണ്. പറയും. നമ്മ മീഷോന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സ്വന്തം യൂസിന് വേണ്ടിയിട്ടാണ് അല്ലെ. ആണോ? സ്വന്തം യൂസിന് വേണ്ടിയിട്ടാണ് അല്ലെ. പക്ഷെ ഹോസ്പിറ്റലില് പർച്ചേസ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതെന്താണ്? ഒരുപാട് ഉത്തരവാദിത്തമുള്ള ടാസ്ക് അല്ലേ അത്. അപ്പൊ അതിന് ആ ഒരു ടാസ്ക് ചെയ്യണമെങ്കിൽ അതിന് സ്കിൽഡ് ആയിട്ടുള്ളതും അതിന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണ്ടേ? ണോ? അപ്പൊ അതാ പറയുന്നത് എന്താണ്? വെൻഡർ സെലക്ഷൻ പ്രക്രിയക്ക് ആ ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് അറിവും വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഒരു ടീം, ഒരു കൂട്ടം ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ അതെന്താണ്?
കൂടുതൽ സങ്കീർണവും വൈകാരികമായിട്ടുള്ള ഒരു പ്രവർത്തനവും ആകുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Next, below are 7 steps to successful vendor selection. Like, ഒരു vendor selection successful ആയിട്ടുള്ള വിജയകരമായിട്ടുള്ള 7 സ്റ്റെപ്പുകളാണ് താഴെ പറയുന്നത്. നോക്കാം ഏതൊക്കെയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിഫൈൻ ആൻഡ് അനലൈസ് ബിസിനസ് റിക്വയർമെന്റ്സ്. അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള്, ആ ഒരു ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് അവര് ഡിഫൈൻ ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുക. ഫസ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ദ ഓർഗനൈസേഷൻ ആസ്കിംഗ് എ തേർഡ് പാർട്ടി ടു പ്രൊവൈഡ്. എന്താണ് തേർഡ് പാർട്ടി എന്ന് പറയുന്നത്? നമ്മുടെ സപ്ലയേഴ്സ്, വെൻഡേഴ്സിനൊക്കെയാണ് കേട്ടോ ഇതിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. ആ ഒരു തേർഡ് പാർട്ടിയോട് നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ വെൻഡേഴ്സിനോട്, നമ്മുടെ സപ്ലയേഴ്സിനോട് ആ ഒരു ഓർഗനൈസേഷൻ എന്താണ് ആവശ്യപ്പെടുന്നത്? പ്രൊവൈഡ് ചെയ്യാൻ. എന്താണ് സപ്ലയേഴ്സിന്റെ അടുത്തും വെൻഡേഴ്സിന്റെ അടുത്തും അവർ ആവശ്യപ്പെടുന്നത്? എന്താ ഓർഗനൈസേഷൻ നൽകാൻ വേണ്ടി? പിന്നെ എന്താണ് മീഷോ ഓർഡർ ചെയ്യുന്നത്? എന്താണ് ചോദിക്കുന്നത്? മെറ്റീരിയൽസ്. എന്തിനുള്ള മെറ്റീരിയൽസ്? നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ ചെരുപ്പ്, സാൻഡൽസ് അല്ലെ, ആണോ? ബാഗ് അല്ലെ. അപ്പൊ നമ്മുടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഐറ്റംസ് അല്ലെ. അപ്പൊ അതേപോലെ നമ്മുടെ ഓർഗനൈസേഷൻ ആ ഒരു തേർഡ് പാർട്ടിയോട്, സപ്ലയേഴ്സിനോട്, ക്വസ്റ്റ്യൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, വാട്ട് ഈസ് ദ ഓർഗനൈസേഷൻ ആസ്കിംഗ് എ തേർഡ് പാർട്ടി ടു പ്രൊവൈഡ്? ഒരു തേർഡ് പാർട്ടി പ്രൊവൈഡേഴ്സിനോട് നമ്മുടെ ഓർഗനൈസേഷൻ എന്താണ് ആവശ്യപ്പെടുന്നത് നൽകാനായിട്ട്? ഹോസ്പിറ്റൽ മെറ്റീരിയൽസ്. ഹോസ്പിറ്റൽ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാല് അവർക്ക് ആവശ്യമായിട്ടുള്ളതല്ലേ, അവരുടെ നീഡ്സിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അല്ലെ. ഓക്കെയാണോ? അത് ആ ഒരു ക്വസ്റ്റ്യൻ ഓക്കെയാണോ? തേർഡ് പാർട്ടി ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സപ്ലയേഴ്സും വെൻഡേഴ്സും ഒക്കെയാണ് കേട്ടോ. നെക്സ്റ്റ്, എ ഗുഡ് സ്റ്റാർട്ട് വുഡ് ബി to assemble an evaluation team that is knowledgeable in the vendor selection process and has a clear understanding of what the business is all about. Vendor തിരഞ്ഞെടുക്കലിന് അറിവുള്ളതും ബിസിനസ് എന്താണെന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുമായ ഒരു മൂല്യനിർണയ ടീമിനെ കൂട്ടിച്ചേർക്കലാണ് ഒരു നല്ല തുടക്കം എന്ന് പറയുന്നത്. എന്താണ് എ ഗുഡ് സ്റ്റാർട്ട്? എന്താണ് പറയുന്നത്? വുഡ് ബി ഏബിൾ ടു അസംബിൾ എ ഇവാലുവേഷൻ ടീം. ഒരു ഇവാലുവേഷൻ ടീമിനെ കൂട്ടിച്ചേർക്കല്. എങ്ങനെയുള്ള ഇവാലുവേഷൻ ടീമിനെയാണ്? ദാറ്റ് ഈസ് നോളജബിൾ ഇൻ ദ വെൻഡർ സെലക്ഷൻ പ്രോസസ് അല്ലെ. വെൻഡർ സെലക്ഷൻ പ്രോസസ്, ഏത് വെൻഡറെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ, അങ്ങനെയുള്ള ആ ഒരു പ്രോസസ്സിനെ കുറിച്ച് അറിവുള്ളതും ആൻഡ് ഹാസ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് വാട്ട് ദ ബിസിനസ് ഈസ് ഓൾ ഔട്ട് അല്ലെ. ആ ഒരു ബിസിനസിനെ കുറിച്ച്, ആ അവിടെ നടക്കുന്ന ബിസിനസ് പ്രവർത്തനങ്ങളെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ളതുമായ ഒരു ടീമിനെ, മൂല്യനിർണയ ടീമിനെ കൂട്ടിച്ചേർക്കുക എന്നുള്ളത് ആണോ. അവിടെ നടക്കുന്ന ബിസിനസ് എന്താണെന്ന്, അതല്ലെങ്കിൽ അവിടുത്തെ വെൻഡർ സെലക്ഷന്റെ സവിശേഷതകൾ, അല്ലെങ്കിൽ അവിടുത്തെ ക്രൈറ്റീരിയാസ് എന്താണെന്ന് അറിയാത്ത ഒരാളെ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രൊക്വയർമെന്റ് പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു പർച്ചേസിങ് എഫിഷ്യന്റ് ആവോ മക്കളെ? ശരിയായ രീതിയിലാവോ? ഇല്ല അല്ലെ. അപ്പൊ ആ ഒരു വെൻഡർ സെലക്ഷന്റെ ഫസ്റ്റ് എ ഗുഡ് സ്റ്റാർട്ട് അല്ലെ, ഏറ്റവും എന്താണ് തുടക്കം എന്ന് പറയുന്നത്, നല്ലൊരു തുടക്കം എന്ന് പറയുന്നത് എന്താണ്? വെൻഡർ തെരഞ്ഞെടുപ്പ് അല്ലെ. നമ്മുടെ സപ്ലയേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ വെൻഡർ തെരഞ്ഞെടുക്കലിന് അറിവുള്ളതും ബിസിനസ് പ്രവർത്തനം, മൊത്തത്തിൽ
മൊത്തത്തിലുള്ള അവിടുത്തെ ആ ഒരു ബിസിനസ് പ്രവർത്തനം എന്താണെന്ന് വ്യക്തമായ ധാരണയുമുള്ള ഒരു മൂല്യനിർണ്ണയ ടീമിനെ ആ ഒരു വെഞ്ചർ പ്രോസസ് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനൊപ്പം കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് the evaluation team should be able to, നമ്മുടെ ഇവാലുവേഷൻ ടീമിന് കുറച്ച് കാര്യങ്ങൾക്ക് കഴിവുണ്ടാവണം അല്ലെ. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു അത് വെണ്ടർ സെലക്ഷൻ ടീമിനുള്ള അല്ലെ ഒരു നോളജ് ഉണ്ടായിരിക്കണം അല്ലേ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇവാലുവേഷൻ ടീമിന് എന്താണ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുണ്ടായിരിക്കണം, ഏബിൾ ആയിരിക്കണം. എന്താണ് ആ പറയുന്ന കാര്യങ്ങൾ? ഡിഫൈൻ ദ പ്രോഡക്റ്റ്, മെറ്റീരിയൽ that is needed അല്ലെ. അവർക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നം ഏതാണ് അല്ലെ, മെറ്റീരിയൽ ഏതാണ്, സേവനം ഏതാണ് എന്ന് പറയാൻ പറ്റണ്ടേ, നിർവചിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കണം അല്ലെ. ആണോ? ഫസ്റ്റ് തന്നെ പറഞ്ഞു അല്ലെ. എന്താണ് അവിടുത്തെ ബിസിനസ് പ്രവർത്തനങ്ങളെ കുറിച്ച് ധാരണയുള്ള ആള്, അവർക്ക് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ ആ ഒരു ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾക്ക് അവർക്ക് ആവശ്യമായി വരുന്നുണ്ടെന്ന്. ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഫസ്റ്റ് ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് ഡിഫൈൻ ദ ടെക്നിക്കൽ ആൻഡ് ബിസിനസ് റിക്വയർമെന്റ്സ്. എന്താണ് സാങ്കേതിക ബിസിനസ് ആവശ്യങ്ങള് നിർവചിക്കാൻ കഴിയണം അല്ലെ. നമുക്ക് എന്താണ് ആ ഒരു ബിസിനസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് പല എന്താണ് സോഫ്റ്റ്വെയർസ് ആവശ്യമായിട്ട് വരും, ഡാറ്റ സ്റ്റോറേജിനുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ട് വരും, സെക്യൂരിറ്റി പ്രോട്ടോകോൾസുകൾ ആവശ്യമായിട്ട് വരും അല്ലെ. പിന്നെന്താണ് പലതരത്തിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവർ ഡെവലപ്പ് ചെയ്യേണ്ടി വരും, ബിസിനസ് ഒക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഗ്രോത്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ ടെക്നിക്കൽ ആൻഡ് ബിസിനസ് റിക്വയർമെന്റ്സുകൾ നിർവചിക്കാൻ സാധിക്കണം. ഓക്കെ ആണോ? അവർക്ക് ഏതൊക്കെ സോഫ്റ്റ്വെയർ ടെക്നിക്കൽ പരമായിട്ടും നമ്മുടെ ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടും എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായി വരുന്നത് എന്ന് നിർവചിക്കാൻ സാധിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഇപ്പൊ നമുക്ക് ഒരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ അവർക്ക് ഒരുപാട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. നമ്മ ഏതിലാണ് ഡിപ്ലോമയില് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ചു അല്ലെ. സ്ട്രാറ്റജീസ്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അവർ വികസിപ്പിക്കുകയും അല്ലേ ഡെവലപ്പ് ചെയ്യുകയും യൂസ് ചെയ്യുകയും ചെയ്യാന്ന് അല്ലെ. ടാക്ടിൽസ്, തന്ത്രങ്ങൾ അല്ലെ. അപ്പൊ അതെന്താണ് ബിസിനസ് റിക്വയർമെന്റ്സ് അല്ലെ. ഒരു ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഈ ഒരു ബിസിനസ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ട് വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ പ്രൊക്വയർമെന്റ് നടത്തുന്നത്. ആണോ? സംഭരണം നടത്തുന്നത് അല്ലേ. അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ വികസിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് ഡിഫൈൻ ദ വെഞ്ചർ റിക്വയർമെന്റ്സ് അല്ലെ. നമ്മൊരു വെഞ്ചറെ സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഫീച്ചേഴ്സ്, ഒരുപാട് സവിശേഷതകളുണ്ട് അല്ലെ. ദാറ്റ് ഈസ് ദ ഫീച്ചേഴ്സ് ദ ഓർഗനൈസേഷൻ ലുക്കിംഗ് ഫോർ ഇൻ എ വെഞ്ചർ അല്ലെ. നമ്മൊരു വെണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മ ഒരു വെൻഡേഴ്സിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, സവിശേഷതകള്. നമുക്ക് കറക്റ്റ് സമയത്ത് ആ ഒരു പ്രോഡക്റ്റ് ലഭ്യമാക്കാൻ സാധിക്കണം അല്ലെ. അവര് കൊടുക്കുന്ന പ്രോഡക്റ്റുകള് ക്വാളിറ്റി ഉള്ളതായിരിക്കണം അല്ലെ. കറക്റ്റ് കോസ്റ്റിന് കൊടുക്കാൻ സാധിക്കണം അല്ലെ. ആണോ? ഇപ്പൊ ഇവര് ഈ ഓർഗനൈസേഷൻ ഒക്കെ ഒരുപാട് ക്വാണ്ടിറ്റിയിലായിരിക്കും സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യും? സൈറ്റ് വിസിറ്റ് ഒക്കെ നടത്തും അല്ലെ. അത് അവർ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ നമ്മൾ പഠിച്ചു അല്ലെ. അവരവിടെ ചെന്നിട്ട് ആ ഒരു എക്യുപ്മെന്റ് അവരെന്താണോ വാങ്ങിക്കുന്നത് അവര് നോക്കാറുണ്ടോ, പരിശോധിക്കാറുണ്ടോ? സൈറ്റ് വിസിറ്റ് ഒക്കെ നടത്തി അല്ലേ. ഇല്ലേ? അപ്പൊ അതെന്തിനു വേണ്ടിയിട്ടാണ്? എന്താണ് ഇവർക്ക് ഇത്രയും ക്വാണ്ടിറ്റിയില്, ബൾക്ക് ക്വാണ്ടിറ്റിയില് ഒരു ഓർഡർ കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സാധനം ഓർഡർ കൊടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാവും കുറച്ച് ടെൻഷൻസ് അല്ലെ. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അല്ലെ
ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് വാങ്ങുന്നത്, നമുക്ക് കറക്റ്റ് സമയത്ത് കിട്ടും അല്ലെ, അവര് തരുന്ന സാധനത്തിന് ക്വാളിറ്റി ഉണ്ടാവോ അല്ലെ, അവർക്ക് അതിനുള്ള കഴിവുണ്ടോ, ആ കൃത്യത ഉണ്ടാവോ, അതിന് അവർക്കുള്ള കഴിവുണ്ടോ അല്ലെ, എബിലിറ്റി ഉണ്ടോ അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, ഡിഫൈൻ ദ വെഞ്ചർ റിക്വയർമെന്റ്സ്, ആ ഒരു വെഞ്ചറിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്യുക. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പബ്ലിഷ്ഡ് റിക്വയർമെന്റ് ഡോക്യുമെന്റ്സ് അല്ലെ, അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്റ്സ് അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റിന് എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ഡോക്യുമെന്റ് പബ്ലിഷ് ചെയ്യുക. അത് ആരെണ്ണം ഓക്കെ ആയോ? നെക്സ്റ്റ് പറയുന്നത് the evaluation team should also try to collect as much information as possible, identify and interview stakeholders and users, review existing internal materials such as reports and statistics, as well as gather technical information, include standards and a description of the environment. എന്താണെന്ന് വെച്ചാല് ആ ഒരു ടീം അവർക്ക് പറ്റാവുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. അത് ചിലപ്പോ എന്താണ്, നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടും യൂസർ ഡിപ്പാർട്ട്മെന്റുമായിട്ടും സംസാരിച്ച് ഒരു നിഗമനത്തിൽ എത്തുന്നതാവാം. അതല്ലെങ്കിൽ എന്താണ്, അവർക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, എന്താണ് റിപ്പോർട്ട്സുകൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നോക്കിയിട്ടായിരിക്കും അവർ വിലയിരുത്തുന്നത്. ടെക്നോളജി, പിന്നെന്താണ്, ആ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡ്സുകൾ, അവിടുത്തെ ആ ഒരു എൻവിയോൺമെന്റ് ഒക്കെ വിലയിരുത്തിയതിന് ശേഷമൊക്കെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതാണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ ആണോ? എന്ന് വെച്ചാല് ഒരു നമ്മുടെ ഈ ഒരു ഇവാലുവേഷൻ ടീം അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് അവര് ഡിഫൈൻ ചെയ്യുന്നത്, നിർവചിക്കുന്നത് എന്താണ്, ആ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും വിലയിരുത്തിയതിന് ശേഷമായിരിക്കും. എന്താണ്, എങ്ങനെയുള്ള ഇൻഫർമേഷൻസ്, ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ HOD അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ, ലാബില്, ഡയറ്ററിയില്, ഫാർമസിയില് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള യൂസർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെ, മാനേജ്മെന്റുമായിട്ടൊക്കെ അവര് കൂടിയാലോചന നടത്തും. പിന്നെ അവിടുത്തെ എന്താണ്, റിപ്പോർട്ട്സുകളും ടെക്നിക്കൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് ഒക്കെ ഉണ്ടാവാറില്ലേ, ഓരോ അവിടുത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് പൈ ഡയഗ്രാം, അങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവാറുണ്ട് അല്ലെ, സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുന്ന. പിന്നെന്താണ്, ഓരോ ഹോസ്പിറ്റലിനും എന്താണ് സ്റ്റാൻഡേർഡ്സുകൾ ഉണ്ടല്ലോ, മാനദണ്ഡങ്ങൾ ഉണ്ട് അല്ലെ, അവരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മാനദണ്ഡങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ ആ മാനദണ്ഡങ്ങള്, പിന്നെ എന്താണ്, നമുക്കൊരു സാധനം ഉപയോഗിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എൻവിയോൺമെന്റ് വേണം അല്ലെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു എക്സ്റേ മെഷീൻ പ്രവർത്തിക്കുന്ന ആ സ്ഥലത്തെ ചുമര് എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു, വാള എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു, റഫ് ആയിരിക്കണം അല്ലെ, ആണോ? അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിലയിരുത്തിയതിന് ശേഷമാണ് ഇവരൊരു നിഗമനത്തില് എത്തിച്ചേരുന്നത്. ഓക്കെ ആണോ? അവർക്ക് എന്തൊക്കെ സാധന മെറ്റീരിയൽസ്, പ്രോഡക്ട്സുകളാണ് ആവശ്യമായി വരുന്നതെന്ന് നിഗമനത്തില് എത്തിച്ചേരുന്നത്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? വായിച്ചു നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ്സിന്റെ അടുത്ത് ചോദിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റെപ്പ് 2 മുതൽ മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.